എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി നോർത്ത് ഇന്ത്യൻ സ്നാക്കായ ഖമൻ റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിന് നമുക്ക് ആദ്യമായിട്ട് വേണ്ടത് 2 കപ്പ് കടലമാവാണ്. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും 1 ടീസ്പൂൺ പഞ്ചസാരയും ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് അരമുറി നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുക. പിന്നീട് കുറേശ്ശെയായിട്ട് വെള്ളം ഒഴിച്ച് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതാ നമ്മുടെ ബാറ്റർ ഇപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാൻ. അടുത്തതായി ഒരു പാത്രത്തിൽ സ്റ്റീം ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഒരു പാത്രത്തിൽ എണ്ണ നന്നായിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കുക. ഇതാ ഇവിടെ ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ചു വന്നിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാവിലേക്ക് 5 ഗ്രാം പാക്കറ്റിൻ്റെ ഈനോ ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അടുത്തതായി ഇതിലേക്ക് 1 നുള്ളു സോഡാപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ എണ്ണ തേച്ച് വെച്ചിരിക്കുന്ന പാത്രത്തിലേക്ക് ഈ മിക്സ് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്കിത് സ്റ്റീം ചെയ്യുന്ന പാത്രത്തിലേക്ക് വെച്ചു കൊടുക്കാം. ഒരു 15 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഇതിൻ്റെ മുകളിലായി കുറച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി ഒരു 10 മിനിറ്റ് കൂടി വേവിച്ചെടുക്കുക. ഇതാ നമ്മുടെ പച്ചമുളകും ഖമണും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് പച്ചമുളക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ഇത് ചൂടാറിയതിനു ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അടുത്തതായി നമുക്കിത് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു പാനിൽ 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്ത് അതിലേക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യുക. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയും 1 നുള്ളു ഉപ്പും ഇട്ട് കൊടുക്കുക. അടുത്തതായി ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. പിന്നീട് ഫ്ലെയിം ഓൺ ചെയ്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ചു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇട്ടതിന് ശേഷം വാങ്ങി വെക്കാം. അടുത്തതായി നമുക്ക് ഖമണിൻ്റെ മുകളിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം കുറച്ച് മല്ലിയില ഇതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഖമൺ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ തന്നെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.